ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ഒരു ഇൻപുട്ട് ബോക്സ് അല്ലെങ്കിൽ ഒരു ലോഗിൻ ഫോം എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ് എന്നിവയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇൻപുട്ട് ടൈപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, വ്യത്യസ്ത ഇൻപുട്ട് ടൈപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരല്ലെങ്കിൽ ഈ ഒരു പാർട്ട് 5 വരെയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നാളും ഉപയോഗിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പാണ്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, ഇൻപുട്ട് ടൈപ്പ് നമ്പർ, അതുപോലെ തന്നെ ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ, ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബോക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ടൈപ്പ്, അതായത് ഫോമിനകത്തുള്ള ഓരോ ബോക്സസും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്ന ആ ഒരു ടാഗ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഇൻപുട്ട് ടൈപ്പാണ് പഠിക്കാനുള്ളത്. നമ്മൾ പാസ്വേഡും അതുപോലെ തന്നെ നമ്പറും നെയിമും ടെക്സ്റ്റും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ഇൻപുട്ട് ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേറൊരു ഇൻപുട്ട് ടൈപ്പാണ് പഠിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ 2 BR ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം സ്പേസിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ആ ഒരു ഫയൽ തന്നെ എടുക്കുക, അതിൽ തന്നെ ചെയ്താൽ മതി. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ, പാസ്വേഡിൻ്റെ താഴെയായിട്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻപുട്ട് ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് റേഡിയോ ആണ്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് റേഡിയോ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെയിലാണോ ഫീമെയിലാണോ എന്നൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൗണ്ടിലുള്ളൊരു ബോക്സ് വരുമല്ലോ, ടിക്ക് മാർക്കും അല്ല, ജസ്റ്റ് എനേബിൾ ചെയ്യാനുള്ളൊരു ബോക്സ് നമ്മൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് ആദ്യമേ തന്നെ ഞാനൊരു ലേബൽ വിളിക്കുന്നുണ്ട്. ലേബൽ എന്തിനാണ് വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ മെയിൽ എന്ന് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൽ എന്ന് എഴുതി കാണിച്ചതിന് ശേഷമാണ് നമുക്ക് മെയിലിൻ്റെ ചെക്ക് ബോക്സ് വേണ്ടത്, ആ ഒരു റേഡിയോ ബട്ടൺ വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് മെയിൽ എന്ന് പറഞ്ഞിട്ട് ലേബലായിട്ട് എഴുതി കാണിച്ചത്. അതിനുശേഷം ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ഇൻപുട്ട് എന്ന് എഴുതുക, അതിനുശേഷം ഒരു കോളൻ ഇട്ടിട്ട് ഇൻപുട്ട് ടൈപ്പ് നമുക്ക് വേണ്ടത് റേഡിയോ ആണ്, RADIO, റേഡിയോ എന്ന് അടിക്കുക. അപ്പോൾ ആ ഒരു ടാഗ് ഓപ്പൺ ആയിട്ട് വരും, അല്ലെങ്കിൽ എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ടാഗ് ഓപ്പൺ ആയിട്ട് വരും. ഇൻപുട്ട് ടൈപ്പ് റേഡിയോ അവിടെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണിച്ചേക്ക് മെയിൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഇൻപുട്ട് ടൈപ്പ് റേഡിയോ വന്നിട്ടുണ്ട്. അതൊരു ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളൊരു ബോക്സ് കണ്ടില്ലേ. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അത് എനേബിൾ ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൽ അല്ലെങ്കിൽ ഈ റേഡിയോ എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടും ഒരു ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുക. അതിനായിട്ട് ജസ്റ്റ് അടുത്ത ലേബൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ലേബൽ എന്ന് വിളിച്ചതിന് ശേഷം ആ ഒരു ലേബലിൻ്റെ അകത്ത് 4 നമുക്ക് കളയാം. ലേബലിൻ്റെ അകത്ത് ഫീമെയിൽ എന്ന് കൊടുക്കുന്നു. ഫീമെയിൽ എന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ നമ്മളൊരു ഇൻപുട്ട് ടൈപ്പ് വിളിക്കുകയാണ്. ഇൻപുട്ട് ടൈപ്പ് റേഡിയോ തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, കാരണം ജസ്റ്റ് ഫീമെയിൽ എന്നുള്ളതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് നമുക്ക് ആ ഒരു ബട്ടൺ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് റേഡിയോ, വീണ്ടും ഇൻപുട്ട് ടൈപ്പ് റേഡിയോ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഇൻപുട്ട് ടൈപ്പും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആണോ സൈക്കും നിങ്ങൾക്ക് മെയിലാണോ ഫീമെയിലാണോ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഫീമെയിൽ സെലക്ട് ചെയ്യാൻ രണ്ടിലും ടിക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിൽ മാത്രമേ ടിക്ക് വരണ്ടോ, ഒന്നിക്കൽ മെയിൽ ആവണം അല്ലെങ്കിൽ ഫീമെയിൽ ആവണം, ഏതെങ്കിലും ഒന്നിൽ മാത്രമേ സെലക്ട് ചെയ്യേണ്ടൂ. അതിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും കൂടി ഒരു പേര് കൊടുക്കുക. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ID = എന്നില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ് കാണില്ലേ, ആ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, അതുപോലെ തന്നെ BG കളർ എന്നൊക്കെ പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുത്തില്ലേ, അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട്, നെയിം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആട്രിബ്യൂട്ട് ആൾറെഡി വന്നിട്ടുണ്ട്, അവിടെ കണ്ടില്ലേ നെയിം എന്ന് പറഞ്ഞിട്ട് ആൾറെഡി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഈ ഒരു ID കഴിഞ്ഞതിന് ശേഷം നെയിം എന്ന് എഴുതിയിട്ട് 2 ഡബിൾ കോട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നെയിം കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ആൾറെഡി നെയിം എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ അക്കൗണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നെയിം എന്ന് വന്നിട്ടുണ്ടാവും, ആട്രിബ്യൂട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടിലും സെയിം പേര് കൊടുക്കുക. ഓക്കെ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ജെൻഡർ ആണല്ലോ, ജെൻഡറിൻ്റെ G കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ജെൻഡർ എന്ന് തന്നെ കൊടുക്കുക. ജെൻഡറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനായിട്ട് ജെൻഡറിന് രണ്ടിലും സെയിം നെയിം കൊടുത്തു. ഓക്കെ, രണ്ടിനും നമ്മൾ സെയിം നെയിം കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും ഒരു ഗ്രൂപ്പായി. ഓക്കെ, മനസ്സിലായില്ലേ. അതായത് നമ്മൾ നെയിം ഈ ഒരു മെയിൽ എന്ന് പറയുന്ന ഈ ഒരു ഇൻപുട്ട് ടൈപ്പിനും അതുപോലെ തന്നെ ഫീമെയിൽ എന്ന് പറയുന്ന ഈ ഒരു റേഡിയോ ബട്ടൺ ആ ഒരു ഇൻപുട്ട് ടൈപ്പിനും നമ്മൾ എന്ത് കൊടുക്കുന്നു, ജെൻഡർ എന്നുള്ള പേര് കൊടുക്കുന്നു, സെയിം പേര് കൊടുക്കുന്നു. ഓക്കെ, നെയിം സെയിം കൊടുക്കുന്നു. അങ്ങനെ നെയിം സെയിം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും, മെയിൽ സെലക്ട് ചെയ്തോ ഫീമെയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ മെയിലിലെ ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഓക്കെ, മെയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഫീമെയിലെ ടിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അതുപോലെ തന്നെ ഫീമെയിൽ സെലക്ട് ചെയ്യുമ്പോൾ മെയിലിലെ ടിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയിം രണ്ടിനും സെയിം നെയിം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതാണ് റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഡിയോ എന്ന് പറയുന്ന ഇൻപുട്ട് ടാഗ്. ഓക്കെ, ഇനി നമുക്കായിട്ട് അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെക്ക് ബോക്സ് ആണ്. നിങ്ങൾ ഓരോ വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ I am not a robot എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് നൽകാനുള്ള ഒരു ബോക്സ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് I accept ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട്
ജസ്റ്റ് ഒരു ബോക്സ് കാണാൻ സാധിക്കും. ആ ഒരു ബോക്സിൽ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ബോക്സ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് തന്നെ 2 BR ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം സ്പേസിന് വേണ്ടിയിട്ടാണ്, ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 BR ടാഗ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ, ഞാൻ വെറുതെ ലേബലൊന്നും വിളിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ എഴുതുവാണ് കേട്ടോ. ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് കൊടുക്കുകയാണ്. ടേംസ് ആൻഡ് അല്ലെങ്കിൽ ഈ ആൻഡ് കൊടുക്കാണ്ട് ഈ ആൻഡ് കൊടുക്കാം, കണ്ടീഷൻസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഏത് ഏത് ഇൻപുട്ട് ടൈപ്പാണ് വിളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് എന്ന് അടിക്കുക. ഇൻപുട്ട് എന്ന് അടിച്ചതിന് ശേഷം കോളൻ ഇടുക. അതിനുശേഷം നമ്മൾ വിളിക്കേണ്ടത് ചെക്ക് ബോക്സ് എന്ന് പറയുന്ന ഇൻപുട്ട് ടാഗാണ്. ഇവിടെ കണ്ടില്ലേ, ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ് ആണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ചെക്ക് ബോക്സിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടിക്ക് കൊടുക്കാം, അൺടിക്ക് ചെയ്യാം, ടിക്ക് കൊടുക്കാം, അൺടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വെബ്സൈറ്റിൽ ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിലെ ഏറ്റവും അവസാനത്തെ ടാഗാണ്. അതായത് ഈ ഒരു ഫോമിൽ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ടാഗാണ് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ്. ഓക്കെ, ആ ഒരു സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ 2 BR എപ്പോഴും ഇടുന്ന പോലെ തന്നെ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സബ്മിറ്റ് ബട്ടൺ ഞാനൊരു സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. കാരണം സെൻറ്ററിലായിട്ടും വേണം എനിക്ക് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്റർ ടാഗ് വിളിക്കുന്നു. സെൻറ്റർ ടാഗ് വിളിച്ചതിന് ശേഷം ഈ ഒരു സെൻറ്റർ ടാഗിൻ്റെ അകത്താണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, സെൻറ്റർ ടാഗ് വിളിച്ചു. അതിനുശേഷം 2 സ്പേസ് ഇട്ടു. അതായത് സെൻറ്ററിനെ രണ്ടിനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട് സെൻറ്ററിലായിട്ട്, നടുക്കായിട്ട്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ ഒരു ബട്ടൻ്റെ ടാഗ് വിളിക്കുന്നത്. ആ ഒരു ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് ആണ്. അതായത് ഇൻപുട്ട് എന്ന് എഴുതുക, കോളൻ ഇടുക, അതിനുശേഷം സബ്മിറ്റ് എന്നടിക്കുക. ഓക്കെ, അപ്പോൾ കാണിച്ചേക്ക് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണിച്ചേക്കും. വാല്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഒരു ബട്ടൻ്റെ മേലെ എഴുതി കാണിക്കേണ്ടത് അത് കൊടുക്കുക. ഞാനിപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബട്ടൻ്റെ മേലെ എഴുതി കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ എന്ന് കൊടുത്തു. ഇപ്പോൾ നീ കാണുമ്പോഴേക്കും ഞാനിപ്പോൾ റൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് അടിച്ച പോലെ തന്നെ പേരടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇമെയിൽ ID അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മെയിലാണോ ഫീമെയിലാണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, അതായത് സെറ്റ് ചെയ്യാൻ പറ്റും. മെയിലാണോ ഫീമെയിലാണോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചെക്ക് മാർക്ക് കൊടുക്കാനുള്ള ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഒരു ബോക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് തന്നെ എങ്ങോട്ടും പോകില്ല. ഈ വാല്യൂ ഒക്കെ അവിടെ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു വാല്യൂസ് ഒക്കെ എടുക്കും. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് മെത്തേഡ് പോസ്റ്റ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണിക്കാത്ത. ഗെറ്റ് കൊടുത്തതിന് ഇവിടെ നമുക്ക് ആ ഒരു വാല്യൂസ് ഒക്കെ എടുത്ത് കാണാൻ പറ്റും. ഇവിടെ ഒന്നും സംഭവിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വർക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പേജ് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. രജിസ്റ്റർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒന്നും സംഭവിക്കാത്തത്. ഇനി നമുക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും പേജിലോട്ട് പോകണമെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ തന്നെ വെബ്സൈറ്റിലെ വേറെ പേജിലോട്ട് പോകണമെന്ന് വിചാരിക്കുക. ഞാൻ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വെബ്സൈറ്റിലെ വേറെ ഹോം എന്ന് പറയുന്ന ആ ഒരു പേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമ്മൾ ഫോം ടാഗ് വിളിച്ചില്ലേ, ഫോം ടാഗിൻ്റെ ഉള്ളിൽ ആക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലേ, ഈ ആക്ഷൻ ഈക്വൽ ടുവിൻ്റെ ഉള്ളിൽ നമ്മൾ ഹോം, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ home.html ഉണ്ടെങ്കിൽ home.html എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാല്യൂസ് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ക്ലിക്ക് കഴിഞ്ഞാൽ home.html എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു പേജിലോട്ട് പോകും. ഇപ്പോൾ അങ്ങനെ ഒരു പേജ് നിലവിലില്ല, അതുകൊണ്ടാണ് ആ ഒരു പേജിലോട്ട് പോവാത്തത്. ഓക്കെ, നമ്മൾ PHP പഠിക്കുമ്പോൾ ഈ ഒരു അതായത് ഈ ഒരു ആക്ഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, രജിസ്റ്റർ കറക്റ്റായിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതെന്നും അവിടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഗൂഗിളിലോട്ട് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ HTTPS കൊടുത്തു. അതിനുശേഷം google.com അതായത് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ google.comലോട്ട് പോകണമെന്നാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു വാല്യൂസ് കൊടുക്കുന്നു, എന്തോ കൊടുക്കുന്നു, മൊബൈൽ നമ്പറും എന്തോ എൻ്റർ ചെയ്യുന്നു, ഇമെയിൽ ID നമ്മൾ എന്തോ എൻ്റർ ചെയ്യുന്നു, ഒരു പാസ്വേഡും സെറ്റ് ചെയ്യുന്നു, മെയിൽ സെലക്ട് ചെയ്തിട്ട് കണ്ടീഷനൊക്കെ അഗ്രി ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നാലും ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരെ അത് google.comലോട്ടാണ് പോവുക. ഓക്കെ, അത് മനസ്സിലായില്ലേ? നമ്മൾ ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് ആക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അവിടത്തേക്കാണ് ഈ ഒരു ഫോം നമ്മൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കാണ് പോവുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്കാണോ പോകേണ്ടത് അതിനെയാണ് നമ്മൾ ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ആട്രിബ്യൂട്ടിനകത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി നിങ്ങൾക്ക് ഈ ഒരു രജിസ്റ്റർ അതായത് സബ്മിറ്റ് ബട്ടണിന് പുറമേ ആയിട്ട് വേറെ നിങ്ങൾക്ക് ബട്ടൺസ് വേണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. റീസെറ്റ് ബട്ടൺ ഞാൻ പറഞ്ഞുതരാം. ഇൻപുട്ട് ടൈപ്പ് റീസെറ്റ് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചേക്കും വാല്യൂൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് റീസെറ്റ് എന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ റീസെറ്റ് ബട്ടണിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണിച്ചേക്കും രജിസ്റ്ററിൻ്റെ തൊട്ടിപ്പുറമായിട്ട് വേറൊരു ബട്ടൺ വന്നിട്ടുണ്ട്, റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്ത് എൻ്റർ ചെയ്തിട്ട് റീസെറ്റ് അടിച്ചാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആവും. ഓക്കെ, ഇവിടെ കാണിച്ചേക്കും ഞാനിപ്പോൾ എന്തൊക്കെ എൻ്റർ ചെയ്തു, അതിനുശേഷം ഇതൊക്കെ എനിക്ക് മായ്ക്കണം എന്നിട്ട് റീസെറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന ഒറ്റയടിക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീസെറ്റ് ഇൻപുട്ട് ടൈപ്പ് റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ ആണ്. നമ്മളിപ്പോൾ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് ആണ് ആദ്യം പഠിച്ചത്. ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സംഭവമുണ്ട്. കാരണം നമുക്ക് ഈ സബ്മിറ്റ് ബട്ടണിന് പുറമെ വീണ്ടും ഇനിയും ബട്ടൺസ് വേണമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻപുട്ട് ടൈപ്പ് നിങ്ങൾ സബ്മിറ്റ് അതായത് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സബ്മിറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബട്ടണും കൂടി വേണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് ടൈപ്പിൽ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻപുട്ട് ടൈപ്പ് ബട്ടണിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ വാല്യൂ ആയിട്ട് ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുത്തു. ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണിച്ചേക്കും രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഉണ്ട്. അതേപോലെ തന്നെ അതിന് പുറമേ ആയിട്ട് ലോഗിൻ എന്ന് പറയുന്ന വേറൊരു ബട്ടൺ കൂടി ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ലോഗിൻ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്, നമുക്ക് ആക്ഷനിൽ വേറെ ഈ ഒരു ലോഗിൻ ബട്ടൻ്റെ ഉള്ളിൽ വേണേൽ HRFൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻപുട്ട് ടൈപ്പിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാരും ഇന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക, പഠിച്ച് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പാട്ട്. ഇതുവരാണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.